അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, കിയ സെൽട്ടോസ്. അപ്പം നമ്മൾ സെൽട്ടോസ് അങ്ങ് ബുക്ക് ചെയ്തേക്കുവാണ്. അപ്പം നേരത്തെ ആലോചിച്ച കാര്യങ്ങളാണ് സെൽട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ബട്ട് ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളായിരുന്നു കാറ് മേടിക്കുന്നത് നടന്നത്. അത് ഞാൻ പയ്യെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പം നമ്മൾ ബ്ലാക്ക് എഡിഷൻ എന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്ക് കളറാണ് ബുക്ക് ചെയ്തത്. ബ്ലാക്ക് കുറച്ചൊരു പ്രീമിയം ലുക്ക്, ഒരു ലുക്ക് വേറൊരു ലുക്ക് തോന്നുന്നത് കൊണ്ടാണ് ബ്ലാക്ക് കളർ നമ്മൾ ചൂസ് ചെയ്തത്. പലർക്കും ബ്ലാക്ക് എടുത്തതിനോട് വലിയ താല്പര്യം ഇല്ലെന്ന് എനിക്ക് തോന്നി. ബട്ട് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടാണെങ്കിൽ ഒരു 1.5 മാസം ആയി. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരെ കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ വീക്കായിരുന്നു. അപ്പം 1.5 മാസം കഴിഞ്ഞു, 2 മാസം ആകാറായി എന്ന് തോന്നുന്നു. 2 മാസം ആകാറായി. അപ്പം ഈ വീഡിയോ ഇത്ര ലാഗായിട്ട് വരാൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ഈ വണ്ടി ഇറക്കിയപ്പോഴത്തേനും വണ്ടിയിൽ ഒന്നുമില്ല. അതായത് അക്സസറീസ് എന്ന് പറയാൻ നമ്മളാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ വേണ്ട ഒരു കുറച്ച് സാധനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മഡ് ഫ്ലാപ്പ്, അതുപോലത്തെ പിന്നെ ഡിക്കിയിലുള്ള ഡിക്കി ട്രേ, പക്ഷെ അത് ചെയ്തില്ല, അത് സ്റ്റോക്ക് ഔട്ടായിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ആക്സസറീസ് മാത്രമേ നമ്മളാണെങ്കിൽ ഷോറൂമിൽ നിന്ന് കയറ്റുള്ളൂ. ബട്ട് കയറ്റാത്ത റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് ഷോറൂമിൽ. അവരെ പൊക്കി പറയുന്നതാണെന്ന് വിചാരിക്കരുത്. നമ്മളോടാണെങ്കിൽ വണ്ടിയുടെ അലോയി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 48 രൂപ സംതിങ് ആണ് പറഞ്ഞത്. പക്ഷേ ആ അലോയി എന്ന് പറഞ്ഞത് കമ്പനി സാധനമല്ല. കമ്പനി സാധനത്തിന് 80 മണ്ടേ പോകും എന്നാണ് പറഞ്ഞത്, കമ്പനിയുടെ അലോയി കിട്ടണമെങ്കിൽ. ഓക്കെ, സോ അലോയ് വേണ്ടെന്ന് വെച്ചു. അലോയ് പുറത്തുനിന്ന് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ 37 രൂപയ്ക്ക് അലോയ് ഇട്ടു. ഇതിൻ്റെ ഒരു സെറ്റ് സാധനം ഇട്ടു. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഫോഗ് ലാമ്പ്, പിന്നെ സ്റ്റീറിംഗ് കവറ്, നമ്മുടെ കൂൾ ഫിലിം ഒട്ടിച്ചു. വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. വേറെ എനിക്ക് ഇതിൻ്റെ അകത്ത് 360 ക്യാം വരുന്നില്ല. 360 ക്യാം വയ്ക്കണം എന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഓടിച്ചത് എനിക്ക് 360 ക്യാമറ വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡാഷ് ക്യാം എത്രയും പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്നത് പോലെ വയ്ക്കണമെന്നുണ്ട്. കാരണം നമ്മുടേതല്ലാത്ത കാരണത്തിൽ കുറേ ആൾക്കാർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാം. ബട്ട് അത് നമ്മുടെ തലയിലായിരിക്കും വരുന്നത്. ബട്ട് ഈ ഡാഷ് ക്യാമറ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫ് ഉണ്ട്. ജസ്റ്റ് വണ്ടി ഓഫ് ആകുമ്പോഴത്തേനും തനിയെ റെക്കോർഡ് ആയിക്കോളും. നമുക്ക് ഏത് പോർഷനാണ് വേണ്ടത് എന്നനുസരിച്ച് നമുക്കാണെങ്കിൽ അതങ്ങ് എടുത്താൽ മതി. അപ്പം അതും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കണം എന്നുണ്ട്.